നമസ്കാരം. CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാട് കേസിൽ വീണ ടിയുടെ ബാങ്ക് ലോക്കർ തുറന്ന് പരിശോധിക്കുന്നു. HDFC ബാങ്കിലെ ലോക്കറാണ് ED തുറന്ന് പരിശോധിക്കുന്നത്. ED സംഘം തിരുവനന്തപുരം MG റോഡിലുള്ള HDFC ബാങ്കിലെത്തി. CRPF ഉദ്യോഗസ്ഥരുടെ കനത്ത കാവലിലാണ് ED ഉദ്യോഗസ്ഥർ പരിശോധനയ്ക്ക് എത്തിയിരിക്കുന്നത്. നേരത്തെ വീണയെ കൊച്ചിയിലെ ED ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തിരുന്നു. കേസിൽ കൂടുതൽ വിവരങ്ങൾ തേടുന്ന ED വീണയെ വീണ്ടും ചോദ്യം ചെയ്തേക്കുമെന്നത് തന്നെ സൂചനയുണ്ടായിരുന്നു. ഈ ഘട്ടത്തിലാണ് തിരുവനന്തപുരത്ത് MG റോഡിലുള്ള HDFC ബാങ്കിന്റെ അക്കൗണ്ടും വീണയുടെ ലോക്കർ വിവരങ്ങളും അന്വേഷിക്കാനായി ED ഉദ്യോഗസ്ഥർ എത്തിയത്. ഇതിനായി ഉടൻ തന്നെ വീണയെ വിളിച്ച് ഇതുമായി ബന്ധപ്പെട്ട സമയക്രമീകരണങ്ങൾ ഒരുക്കി ED എത്തുകയായിരുന്നു. എന്തായാലും വീണയും ബാങ്കിൽ ED ഉദ്യോഗസ്ഥർക്കൊപ്പം ഉണ്ട് എന്നുള്ളതാണ് ലഭ്യമാകുന്ന റിപ്പോർട്ടുകൾ. എന്തായാലും വീണയെ വീണ്ടും ചോദ്യം ചെയ്തേക്കും. അന്ന് കൊച്ചി ED ഓഫീസിലെത്തിയ വീണ തൃപ്തികരമായ മറുപടി നൽകിയില്ല എന്നുള്ളതാണ് ലഭ്യമാകുന്ന വിവരം. പല മൊഴികളിലും വൈരുദ്ധ്യങ്ങളുണ്ട്. എന്തിനാണ് പണം മേടിച്ചത്, കൊടുത്ത സേവനങ്ങൾ എന്തൊക്കെയാണ്, എവിടെ നിന്നാണ് പണത്തിൻ്റെ ഉറവിടം അടക്കമുള്ള കാര്യങ്ങളിൽ, വിദേശ നിക്ഷേപം അടക്കമുള്ള കാര്യങ്ങൾ വീണയ്ക്ക് ഉത്തരമുണ്ടായിരുന്നില്ല. പല മൊഴികളും വൈരുദ്ധ്യം നിറഞ്ഞതായിരുന്നു. ഈ സാഹചര്യത്തിൽ അന്ന് തന്നെ വീണയെ വീണ്ടും ചോദ്യം ചെയ്തേക്കുമെന്ന് സൂചനയുണ്ടായിരുന്നു. എന്തായാലും വീണ്ടും ചോദ്യം ചെയ്യലിനായി ഉടൻ തന്നെ വീണയ്ക്ക് സമൻസ് നൽകുമെന്നാണ് അന്വേഷണ ഏജൻസിയിൽ നിന്ന് ലഭ്യമാകുന്ന സൂചന. കൊച്ചിയിലെ ED ഓഫീസിൽ കഴിഞ്ഞ ദിവസം നടന്ന 8 മണിക്കൂറിലധികം നീണ്ട ചോദ്യം ചെയ്യലിന് പിന്നാലെയാണ് വീണ്ടും ഹാജരാകാൻ ആവശ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. ആദ്യഘട്ട ചോദ്യം ചെയ്യലിൽ ലഭിച്ച മറുപടികളിൽ പലതും തൃപ്തികരമല്ല എന്ന് തന്നെയാണ് EDയുടെ വിലയിരുത്തൽ. CMRLന് ഏതെങ്കിലും തരത്തിലുള്ള സേവനങ്ങൾ നൽകിയതായി തെളിയിക്കുന്ന രേഖകളോ ഹാജരാക്കാൻ വീണയ്ക്ക് കഴിഞ്ഞിട്ടില്ലെന്ന് ED ചൂണ്ടിക്കാട്ടുന്നുണ്ട്. CMRL പ്രതിനിധികളുമായി നേരിട്ടായിരുന്നു ചർച്ചകൾ നടത്തിയതെന്നും അത്തരത്തിലുള്ള ഗൈഡൻസുകൾക്കാണ് നൽകിയതെന്നുമാണ് വീണയുടെ മൊഴി. എക്സാലോജിക് എന്ന കമ്പനി നിലവിൽ പ്രവർത്തനക്ഷമമല്ലാത്തതിനാൽ അത്തരം സേവനങ്ങൾ സംബന്ധിച്ച കൂടുതൽ രേഖകൾ കൈവശമില്ല എന്ന് പറഞ്ഞ് ഒഴിയാനാണ് വീണ ശ്രമിക്കുന്നത്. എന്നാൽ ഇല്ലാത്ത സേവനത്തിനാണ് പണം കൈമാറിയതെന്ന സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ കണ്ടെത്തലുകളെ ശരിവെക്കുന്ന നിഗമനങ്ങളിലേക്കാണ് EDയും എത്തുന്നത്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ അന്വേഷണങ്ങൾക്കാണ് വീണയുടെ പ്രൈവറ്റ് അക്കൗണ്ടുള്ള HDFCയിലെ ബാങ്കിലേക്ക് ഉദ്യോഗസ്ഥർ എത്തുന്നത്. CMRL നിന്നും 1.72 കോടി രൂപ വീണയിലേക്കും എക്സാലോജിക്കിലേക്കും എത്തിയതിൻ്റെ വിനിയോഗം സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങൾ കൈമാറാൻ ഇതുവരെയും വീണയ്ക്ക് സാധിച്ചിട്ടില്ല. ആദ്യം സമൻസ് വീണയ്ക്ക് അയച്ച സമയത്ത് അസുഖമൊക്കെ പറഞ്ഞ് ഒഴിവായിരുന്നു. തുടർന്നാണ് കഴിഞ്ഞ ദിവസം വീണ്ടും ഹാജരായത്. അഭിഭാഷകൻ മുഖേന വിവരങ്ങൾ കൈമാറാം എന്ന EDയോട് അറിയിച്ചിട്ടും അത് പോരാ, വീണ തന്നെ ഹാജരാകണമെന്ന സമൻസിൽ കൃത്യമായി അറിയിച്ചതിനെ തുടർന്നാണ് കഴിഞ്ഞ ദിവസം വീണ എത്തിയത്. എന്തായാലും CMRLന്റെ അനുബന്ധ സ്ഥാപനമായ EICPL വീണയുടെ കമ്പനിക്ക് നൽകിയ വായ്പയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്കും വ്യക്തമായ മറുപടി ഉണ്ടായിട്ടില്ല. വീണ നൽകിയ മൊഴികളിൽ ഗൗരവകരമായ പൊരുത്തക്കേടുകൾ ഉണ്ടെന്നും ഇത് ആഴത്തിൽ പരിശോധിക്കേണ്ടതാണെന്നും ED അധികൃതർ വ്യക്തമാക്കുന്നു. CMRL നിന്നും പ്രതിഫലം കൈപ്പറ്റിയത് സോഫ്റ്റ്വെയർ പരിപാലന സേവനങ്ങൾ നൽകിയതിനാണെന്ന് വീണ മറുപടി നൽകിയിട്ടുണ്ട്. കമ്പനി പൂട്ടിയതിനാൽ സേവനങ്ങളോ വിശദാംശങ്ങളോ തെളിവുകളോ കൈവശമില്ലെന്ന് പറയുന്നു. ബാങ്ക് അക്കൗണ്ടുകൾ എവിടെ നിന്നെല്ലാം പണം ലഭിച്ചു, എങ്ങനെ ചെലവഴിച്ചു തുടങ്ങിയവയിൽ വിശദീകരണം ആവശ്യപ്പെട്ടു. പലതിനും വ്യക്തമല്ലാത്ത മറുപടിയാണ് ലഭിച്ചത്. അതുകൊണ്ട് തുടർ ചോദ്യം ചെയ്യലുകൾ ഉണ്ടാകും. അടുത്ത സമൻസ് ഉടനെ ഉണ്ടാകുമെന്നാണ് ലഭ്യമാകുന്ന വിവരം.